ഹലോ ഫ്രണ്ട്സ്, ഓണം വെക്കേഷൻ ഒന്ന് കളറാക്കാമെന്ന് വിചാരിച്ച് ഞാനും ആര്യനും കൂടി ഒമാനിൽ അവൻ്റെ അമ്മയെ ഒന്ന് കാണാനായിട്ട് പോയി. എന്നാൽ പിന്നെ ഒമാൻ വരെ വണ്ടിക്കാശൊക്കെ മുടക്കി വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ കണ്ടേക്കാം എന്ന് കരുതി ഞങ്ങളൊരു മാള് തപ്പി പിടിച്ച് അവിടെ എത്തി. മാൾ ഓഫ് ഒമാൻ. ഈ മാൾ ഓഫ് ഒമാൻ ഒരു വൻ സംഭവമാണ്. നമ്മുടെ ട്രിവാൻഡ്രം ലുലുവിനേക്കാളും ഒക്കെ അത്യാവശ്യം വലുതായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അത്രത്തോളം ഡീറ്റെയിൽഡായിട്ടൊന്നും അറിയത്തില്ല, ഒറ്റ നോട്ടത്തിൽ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും വളരെ മനോഹരമായിട്ടൊരു സംഭവം. അതിനകത്ത് സ്നോ മോൾ ഒരു സംഭവമാണ്. സ്നോ ഒമാൻ എന്നാണ് അതിൻ്റെ പേര്. വളരെ മനോഹരമായിട്ട് ആർട്ടിഫിഷ്യൽ സ്നോയൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേയേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അഡൾട്ട്സിനും കുട്ടികൾക്കും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് ഉള്ളത്. ഇതിലേറെ കൗതുകം ഈ സ്നോ മോൾ ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ ചെയ്യുന്നതും ലോകത്തിലെല്ലായിടത്തും കണ്ടുവരുന്ന പ്രത്യേകതരം ജീവിയായ മലയാളികളാണ്. നല്ല സ്നേഹസമ്പന്നരായ ചേട്ടന്മാരാണ്. ആക്ടിവിറ്റീസിലൊക്കെ കുറേ സ്ഥലങ്ങളിലൊക്കെ അവരൊക്കെ തന്നെയാണ് മോണിറ്റർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു മാനേജറിയൽ സ്റ്റാഫ്, ഒരു മാനേജ് ചെയ്യുന്ന ഒരു മാനേജർ ലെവലിലൊരു പുള്ളിക്കാരൻ, അദ്ദേഹം മലയാളിയാണ്. എനിക്ക് തോന്നുന്നു കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം എന്നാണ് തോന്നുന്നത്. നല്ല സ്നേഹസമ്പന്നനായ ഒരു ചേട്ടൻ. അദ്ദേഹമാണ് പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ സ്നോ ഫോൾ ചെയ്യുന്നതായിട്ടുണ്ട്, വെയിറ്റ് ചെയ്താൽ അതൊക്കെ കണ്ടിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ സ്നോ ഫോൾ ചെയ്യുന്ന വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ അവർ കുറച്ച് സമയം, ഒരു ലിമിറ്റഡ് പീരീഡ് മാത്രമേ ഇത് ചെയ്തുള്ളൂ. പക്ഷെ എന്നാലും അത് കാണാനും ആസ്വദിക്കാനുമായിട്ട് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ട് അവർ അത് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിനായാലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് വളരെ നന്നായിട്ട് തോന്നി. അതുപോലെ തന്നെ കഫറ്റീരിയ ഉണ്ട്. കഫറ്റീരിയയിൽ അത്യാവശ്യം പിസ്സ ഉണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്, ഹോട്ട് ഡ്രിങ്ക്സ് ഉണ്ട്. പക്ഷേ ചില ഫുഡൊന്നും നമുക്ക് അത്രയേറെ ഇഷ്ടപ്പെടണമെന്നില്ല. എന്ത് തന്നെയായാലും തണുത്ത് മരവിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലും ഒരു ഡ്രിങ്കൊക്കെ കുടിക്കാനൊരു അവസരമുണ്ട്. അതും നമുക്ക് ഈ പാക്കേജ്, എനിക്ക് തോന്നുന്നു 17 റിയാലിൻ്റെ പാക്കേജിൽ പെടുന്ന സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പെൻഗിനൊക്കെ ഉണ്ട് കേട്ടോ. പെൻഗിൻ്റെ കൂടെ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാം, പെൻഗിനെ തൊടാം. ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഇച്ചിരി ഒരു അബദ്ധമാണ്. കാരണം ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും ഒരു 18 റിയാൽ കൂടി കൊടുക്കേണ്ടി വരും. ആ 18 റിയാൽ എന്ന് പറഞ്ഞാൽ 4000 രൂപയോളം വരും. അതാണ് കുറച്ച് എക്സ്പെൻസീവ്. അത്ര നിർബന്ധമില്ലെങ്കിൽ പെൻഗിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഈ മോളിനകത്ത് ഉറപ്പായിട്ടും നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഈ പറഞ്ഞ കണക്ക് ജാക്കറ്റിനുള്ളിലൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ടി വരും. അത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് മിക്കവരും അവരുടെ എടുക്കുന്ന ഫോട്ടോസൊക്കെ കളക്ട് ചെയ്യണം. എന്തായാലും ഞങ്ങൾ ആ ബുദ്ധിമുട്ട് സഹിച്ച് ക്യാമറയും മൊബൈലും ഒക്കെ പോക്കറ്റിൽ തന്നെ ഇട്ടിരുന്നു. അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാമല്ലോ.
പെൻഗ്വിൻ ചേട്ടന്മാരെ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ല കേട്ടോ. അവർക്കൊക്കെ സ്വന്തമായിട്ട് ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്ലീസ് സപ്പോർട്ട് വാച്ച്.